യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ വിഷയത്തിൽ പരസ്യ പോരിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് AI ഗ്രൂപ്പുകൾ അതൃപ്തി പാർട്ടി വേദികളിൽ അറിയിക്കും. പരസ്യ പ്രതികരണങ്ങൾ നിയന്ത്രിക്കാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. അമൽ, ജനീഷിനെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും തുടങ്ങിയ ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 10 മണിക്ക് അഡ്വക്കേറ്റ് അബിൻ വർക്കി മാധ്യമങ്ങളെ കാണും എന്നും വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ പരസ്യമായ ഒരു പൊട്ടിത്തെറി അങ്ങനെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കാമോ? മധു, അബിൻ്റെ വാർത്താ സമ്മേളനം അധികം വൈകാതെ ഉണ്ടാകും. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ ആ അതൃപ്തി ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടായാൽ കൂടി അതൊന്നും ഈ പുനഃസംഘടനാ വിഷയത്തിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങളാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ പാർട്ടി വേദികളിൽ ഈ വിഷയം ഉന്നയിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജനീഷിനെ അല്ല മറ്റാരെങ്കിലുമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നത് എങ്കിൽ ഒരുപക്ഷെ I ഗ്രൂപ്പിൻ്റെയും A ഗ്രൂപ്പിൻ്റെയും ഭാഗത്തു നിന്നുമൊക്കെ കൂടുതൽ കടുത്ത പ്രതിഷേധം ഉണ്ടായേനെ. പക്ഷേ ഇതിപ്പോൾ ജനീഷ് ഒരു സൗമ്യനായ നേതാവ് എന്ന് മാത്രമല്ല എല്ലാവരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അതിനാൽ തന്നെ ഈ പറയുന്ന ജനീഷിനെ പരസ്യമായ പ്രതിക്കൂട്ടിൽ നിർത്തി മുന്നോട്ട് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ജനീഷിനെതിരെ പരസ്യമായൊരു പോരിലേക്ക് നീങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിക്കുക, പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി പാർട്ടി വേദികളിൽ കൃത്യമായി തന്നെ അറിയിക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതിനാൽ തന്നെ പരസ്യ പ്രതികരണങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാകും. ജനീഷ് അധികം വൈകാതെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും. മറ്റ് ഈ പറയുന്ന പട്ടികയിൽ ഉൾപ്പെട്ട നേതാക്കന്മാരുമായി പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 മാസത്തേക്ക് മാത്രമാണ് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത്. അബിൻ വർക്കിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലടക്കം അബിനെ നിയമസഭയിലേക്ക് പരിഗണിക്കണം, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യം അതിശക്തമായുണ്ട്. അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെ കാര്യത്തിലും സമാനമായി തന്നെ ആവശ്യം ഉയർന്നു വരുന്നു. ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 പേരുകളും ജനീഷാണെങ്കിലും അബിനാണെങ്കിലും അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിലാണെങ്കിലും അഭിജിത്താണെങ്കിലും ഈ 4 പേരെയും നിയമസഭയിലേക്ക് പരിഗണിക്കണമെന്നുള്ള ആവശ്യം അതിശക്തമായി തന്നെ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ആ ഒരു പരിഗണന വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണം നടത്തി നേതൃത്വത്തിന്റെ അതൃപ്തി പിടിച്ചു വാങ്ങേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിനാണ് വിവരങ്ങൾ നൽകിയത്.